ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും അതുപോലെ എന്നോടൊപ്പം ആയിരിക്കുന്ന എൻ്റെ ഭാര്യ എലിസബത്തിൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. Greetings to you all in the name of the Lord and Savior Jesus Christ, both from me and from my wife as well. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ദൈവം ഒരവസരം തന്നത് വളരെ സന്തോഷകരമായി ഞാൻ കരുതുന്നു. I have great joy that the Lord has allowed one more opportunity for me to be with you all this evening. ഇവിടെ ഓർപ്പിച്ചതുപോലെ 2019 എനിക്ക് അന്ന് കടന്നു വരുവാനിടയായത്. As it was reminded here, it was in 2019 that I was here last. ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കടന്നു വന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ കസിൻ ഇവിടെ ഉണ്ട്. തന്നെ കാണാനായിട്ട് വന്ന സമയത്ത് നമ്മുടെ സഭയിൽ കൂടണം എന്നുള്ള നിലയിൽ ആണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാകാൻ ഇടയായി തീർന്നത്. As you know, my cousin is here, and this time when we visited, we made it a point to come and visit this assembly. നിങ്ങൾ ഇങ്ങനെ അവസരം നൽകിയതിൽ വളരെ സന്തോഷവും കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. I thank you that you have given me this opportunity, and in the name of the Lord, I convey all greetings and thanks. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. I know that you all continue to pray for India. ഇന്ത്യയിലെ സ്ഥിതിഗതികളൊക്കെ വളരെ ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്കറിയാം. And in these days, the situation in India has been changing. You know that as well. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ പലരും ആരാധനയ്ക്ക് പോയാൽ തിരിച്ച് വീട്ടിലാണോ ജയിലിലാണോ പോകുന്നത് എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളത്. Oftentimes I say that in this day and age, we don't even know when people in North India, as they go out to minister, whether they will be returning home or going to jail. കേരളത്തിലും സ്ഥിതിഗതികൾ അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും പഴയ സമയത്തെ അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. In Kerala also, even though the situation is not that bad, the freedom that we had in the past no longer exists. അതുകൊണ്ട് പ്രത്യേകാൽ നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എന്നാൽ അതേസമയം തന്നെ കർത്താവാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ധൈര്യവും ആത്മവിശ്വാസവും നമ്മളിൽ അധികമായി ഉണ്ടാകുവാനിടയാകുകയും ചെയ്യണം. So while we pray for our homeland, we should also resting in the fact that the Lord is sovereign over all and he controls all things. ഞാൻ റാന്നിയിൽ ചേത്തക്കൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. I live in Chetakal in Rani. എന്നാൽ ഞാൻ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് വെങ്കോട്ട എന്ന സ്ഥലത്ത് ഒരു സ്ഥലസഭയുണ്ട്, അവിടെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് പോകുന്നു. But for ministry, I gather with the saints in Chenkota assembly. Venkota assembly near Changanasheri. ചെറിയൊരു അസംബ്ലിയാണ് അത്. മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും കത്തോലിക്കരും മാത്രം ഉള്ള ഒരു ചെറിയ അസംബ്ലിയാണ് അവിടെ ഉള്ളത്. It's a small assembly comprised mainly of Catholics and Hindu background people. അവരുടെ ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായ വചനം പറഞ്ഞു കൊടുക്കുകയും അവരെ ആ നിലയിൽ ഉത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. And I continue to encourage them from the word, teaching them what they need to learn. ദൈവം തരുന്ന മറ്റ് ആത്മീക ശുശ്രൂഷകളിലും ഈ കാലഘട്ടത്തിലൊക്കെ ഏർപ്പെടുവാൻ ദൈവം സാവകാശം നൽകിക്കൊണ്ടിരിക്കുന്നു. And these days God has also given me opportunities to be engaged in other ministries. എൻ്റെ ഭാര്യ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വരുന്നത്. This is my wife's first time coming to America. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ വരാനായിട്ടും ദൈവം ഇങ്ങനെ ഒരു സാവകാശം തന്നു. അത് ദൈവസേനയിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. And I remember with thanks in the presence of the Lord that he gave this opportunity to us. നിങ്ങളെല്ലാം ഒരിക്കൽ കൂടെ കാണുവാൻ, പലരെയും കണ്ട പരിചയം പുതുക്കുവാൻ, സ്നേഹബന്ധം പുതുക്കുവാൻ ഒക്കെ ദൈവം ഈ നിലയിൽ ഇടയാക്കി. അത് വളരെ സന്തോഷമാണ്. ദൈവത്തെ ആ നിലയിലും സ്തുതിക്കുന്നു. And I praise the Lord that he has given this opportunity to come and renew this bond with many of you who I was already familiar with, and to see all of you. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് ഒരു വേദഭാഗം വായിച്ച് അതിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. For today's time in the Word, I want to read a passage and consider certain things from that passage. വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. I desire to share some very simple things from the Word.
എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ആഴമായി പറയുന്ന ഒരാളാണെന്ന് ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും സംസാരിച്ചാൽ വളരെ ലളിതമായിരിക്കും. And that doesn't imply that I always speak very deep things from the word, but I always speak simple things from the word. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഏർപ്പെടുന്ന ആൾക്കാർ വളരെ ലളിതമായി പറഞ്ഞു കൊടുത്തെങ്കിൽ മനസ്സിലാകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലാണ് ഞാൻ പലപ്പോഴും പഠിപ്പിക്കാറുള്ളത്. And the reason for that is oftentimes the people that I speak to are those who need to be taught in a simple manner, and that's the nature of my ministry. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. But even so, we continue to pray that the Lord would minister unto our hearts from the word that he would give us. മാത്രമല്ല നമുക്ക് ധാരാളം വചനം കേൾക്കുന്നവരാണ്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഏതു നിലയിലാണ് ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിന് പ്രയോജനമായിട്ട് തീരുന്നത്? We are all people who listen to God's word all the time, but the question that we need to ask is, how is it that God's word should affect my life? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know if you asked the same question concerning the word that you heard last week. എന്നാൽ നമ്മൾ അങ്ങനെ ചോദിക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ട്രാൻസ്ഫോം ചെയ്യാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. But if we ask those questions on a regular basis, then there is no question that the word of God will be a transforming power in our lives. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ആ ദൂതിൽ നമ്മൾ വായിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. In the letters to the churches that we read in the book of Revelation, the refrain that we read is that let the Spirit Speak to us. Let what the Spirit says. He who has an ear, let him hear what the Spirit says to the churches. എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം, ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോട് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. The idea behind that is that even today the Spirit of God speaks to the churches. ചോദ്യം, ആ സംസാരിക്കുന്നത് കേൾക്കുവാൻ സഭകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ടാണല്ലോ, സഭകൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. The question we need to ask is whether if we are able to listen to what the Lord is teaching us to the churches. നമ്മൾ ഒത്തിരി ശബ്ദങ്ങളുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. We live in a world that's filled with a lot of voices. ആ ശബ്ദങ്ങൾക്ക് ഇടയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള കാര്യം. But among all those voices, if we are able to differentiate what the Lord is speaking to us, then that's the essence of life. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും അതാര് സംസാരിക്കുന്നു എന്നുള്ളതല്ല, ഓരോ പ്രാവശ്യവും ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോഴും നാം സ്വയമായി ധ്യാനിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉളവാകുവാൻ ഇടയായിത്തീരണം. So may we have a true desire to hear what the Spirit has to say to us, no matter when we read the word, if it's us reading the word by ourselves or someone else ministering it to us. മാത്രമല്ല, ദൈവാത്മാവ് ഇടപെടുമ്പോൾ അതിന് പ്രായവ്യത്യാസമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരണം. And also we need to understand that when the Spirit of God speaks, there is no discrimination of age in the message that he delivers. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ബാലനായ ശമൂവേലിനോട് ആ കാലഘട്ടത്തിൽ ദൈവം സംസാരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. In the Old Testament we read of God speaking to Samuel, who was just a boy at the time. അപ്പോൾ ശമൂവേലിന്റെ പ്രാർത്ഥന, കർത്താവേ അരുളി ചെയ്തണമേ, അടിയൻ കേൾക്കാം എന്നുള്ള ഒരു പ്രാർത്ഥന തന്നിൽ നിന്നുളവാകുവാൻ ഇടയായി തീർന്നു. And we see his response, God, here I am, speak to me. That should be our response. ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാകുവാൻ ഇടയായി തീരണം. And in these days, that kind of a desire should be in our minds in these days. ഒത്തിരി ശബ്ദങ്ങളുടെ മധ്യത്തിൽ കർത്താവേ അങ്ങയുടെ ശബ്ദം എനിക്ക് മനസ്സിലാക്കുവാൻ, കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. If we will pray to the Lord earnestly, that Lord, among all the voices that I hear, help me to hear your voice, then truly the Spirit of God will speak to us. ഇന്ന് രാത്രി നമുക്ക് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം.
Today we will consider Ephesians chapter 6 and verse 17. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. 17. 17. Okay. Yeah. And take the helmet of salvation. Is that the right verse? No, sorry, 5. Oh, 5:17. Sorry. Chapter 5 and verse 17. Therefore, do not be unwise, but understand what the will of the Lord is. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. Without being unwise, we should understand what the will of the Lord is. നമ്മൾ ഈ കാലം വളരെ ബൗദ്ധികമായി ബുദ്ധിപരമായി വളർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are living in an age where intelligence has gone a long distance. ഏതൊരു കാലഘട്ടത്തെക്കാളും മനുഷ്യൻ്റെ ബുദ്ധിയുടെ തലങ്ങൾ ഒത്തിരി വളർന്നിട്ടുണ്ട്. And people's intellect has improved by manyfold. പഴയ കാലഘട്ടത്തെക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയുടെ തലം വളരെ വളർന്നിട്ടുണ്ട്. And also our kids are operating at a much higher intellect than the generations before. ഇവിടെ ഇരിക്കുന്ന പ്രായമായ പലരുടെ കയ്യിലും മൊബൈലുണ്ട്. Many of you sitting here, older folks, you all have a mobile phone in your hands. എന്നാൽ അതിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ചിലപ്പോൾ കൊച്ചുമക്കളുടെ കയ്യിലായിരിക്കും കൊടുക്കുന്ന, മോനെ ഇതൊന്ന് ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞു. But if there are any glitches in the phones that we have, we would give that to a young person, maybe one of our grandchildren, to fix that issue. അപ്പോൾ അവർക്ക് ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുവാൻ ചെയ്യുവാൻ ഒക്കെയുള്ള ആ ബുദ്ധി വളർന്നിട്ടുണ്ട്. So they are able to, and they are capable to understand these things and to resolve these issues. എൻ്റെ ഇളയ മകൻ ഇപ്പോൾ 14 വയസ്സായി. അവന് ചെറുപ്പത്തിലെ തന്നെ ഈ ലോകത്തുണ്ടാക്കുന്ന കാറുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അവർക്കറിയാം. My youngest son, who is 14 years of age now, even at his young age, he was very knowledgeable about all the brands of cars that are made in the world. ഒരു കാറിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ ഉള്ളത് അവർ കാണാതെ പറയും. If you tell him a certain car's name, he can tell you all the specifications of that car. ആ നിലയിലൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in an age that's advanced in that manner. അപ്പോൾ നാമെല്ലാം പൊതുവേ നമ്മൾ പറയും നമ്മളെല്ലാം ബുദ്ധിമാന്മാരായിട്ട് ഉള്ള വ്യക്തികളാണ്. So we all, in a simple way, we would say that we are very intelligent people. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ പറയുകയാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് കൊള്ളുവിൻ. But here to the Ephesians, Apostle Paul is saying, without being unwise, understand what the will of the Lord is. നമുക്കറിയാം ഈ എഫേസ്യ ലേഖനം ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഇൻഡിക്കേറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ സൂചനകളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നത്. We know in the beginning chapters of Ephesians, we read certain things that are indicatives or things that we should abide by. എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം എങ്ങനെയാണ് ആയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ആദ്യ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. In the beginning chapters, we read what our position is in relation to the Lord. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇമ്പെരറ്റീവ്സ് ആജ്ഞകളായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. But when we come to the second part of the book, we read of imperatives or things that are commandments. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മുഖാന്തരം നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. In other words, these are things that we should keep in our mind as to what we should do as a result of our position in Christ. ആ നിലയിൽ പറഞ്ഞു വരുമ്പോഴാണ് നാം ഇപ്പോൾ വായിച്ച ഈ വേദഭാഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. And it is in that regard that we can consider this particular verse that we just read. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കുക. Therefore do not be unwise, but understand what the will of the Lord is. അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത് ചിലരൊക്കെ ബുദ്ധിഹീനരായി തീർന്നിട്ടുണ്ട്. The apostle is reminding us that some people are unwise. അത് ഭൗതികമായ അല്ലെങ്കിൽ ഭൗമികമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. And that's not on the basis of the worldly knowledge. അത് ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. And it is in regards to spiritual matters. ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിൽ പലരും
ബുദ്ധിഹീനരാണ് എന്നാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. Apostle is reminding us that in relation to spiritual matters, many people are unwise. അതുകൊണ്ട് എഫെസോസിലുള്ള വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ അങ്ങനെ ആകാനായിട്ട് പാടില്ല. So encouraging the people in Ephesus, he is saying you should not be like that. നിങ്ങൾ അങ്ങനെ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, How can you be like that? നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിഹീനരാണ്. If you are not able to understand the will of the Lord, then you are indeed unwise. ദൈവം എപ്പോഴും ബുദ്ധിമാന്മാരെ നോക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We read that God often considers those who are wise. നമ്മൾ 53-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 53-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ. We read in Psalm 53 and verse 2 that God is looking down from heaven to see if there is anyone who understands, who seeks God. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. God looks down from heaven upon the children of men to see if there is any who understand, who seek God. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവം എന്തിനാ എല്ലാവരെയും ഇങ്ങനെ അന്വേഷിക്കുന്നത്? I considered when I read that verse, why is it that God is looking at each person? നമ്മൾ വചനത്തിൽ കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തെ സംബന്ധിച്ച്, സ്വർഗീയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലയിലെ ഒരു മുടിനാരിഴ പൊഴിഞ്ഞു പോകുന്നത് പോലും ദൈവം അറിയുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We read concerning the fact that God even knows when a hair falls from our head. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അറിയാത്ത നമ്മുടെ ഒരു കാര്യത്തെ ദൈവം അറിയുന്നു. In other words, something that's very easy to know about us, but we don't know, God knows about us. നമ്മളാരും അറിഞ്ഞിട്ടില്ല ഇന്ന് എത്ര മുടി പോയിട്ടുണ്ടെന്നുള്ളത്. None of us have counted how many of our hairs fell today. എന്ന വചനം പറയാണ്, ദൈവം അത് അറിയുന്നു. But the word says that God knows that. എന്ന് പറഞ്ഞാൽ നമ്മൾ മൈന്യൂട്ട് അല്ലെങ്കിൽ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യത്തെ പോലും ദൈവത്തിന് അറിയാനായിട്ട് സാധിക്കും. In other words, something that we consider to be very insignificant, even that thing God knows. ദൈവം സർവജ്ഞാനിയായിട്ടുള്ള ദൈവമാണ്. Because God is an omniscient God. ദൈവത്തിനെല്ലാം അറിയാം. God knows everything. പക്ഷേ ഈ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ദൈവം അന്വേഷിക്കുകയാണ്, സീക്കുകയാണ്. ആരെയാണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ ദൈവം നോക്കുന്നു. But this verse is reminding us that God is seeking. Who is he seeking? He is seeking those who seek God. നമ്മൾക്ക് ഇങ്ങനെ പറയാം, ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ നന്നായിട്ട് കാണുന്നുണ്ട്. We can say it in this way, that when we are sitting here today, God sees us. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്ത എന്താണെന്ന് പോലും ദൈവത്തിന് അറിയാം. God is even able to understand what the intents of our hearts are. ഞാൻ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ ദൈവത്തിന് അറിയാം. What am I thinking? What are you thinking? God knows all these things. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം ഇന്ന് രാത്രി ഈ സഭയിലേക്ക് നോക്കുകയാണ്, തന്നെ അന്വേഷിക്കുന്ന ആരെല്ലാം ഉണ്ട് എന്ന്. But at the same time, God is looking into this assembly to see who are here, who are seeking him. എന്നിട്ട് ദൈവം പറയാണ്, ആ ആളാണ് ഏറ്റവും ബുദ്ധിമാൻ, വയസ്സായിട്ടുള്ള ആള്. And then he points to that person and says, that particular person who is seeking after me is the wise person. ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്? Why is it that God seeks in that way? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയുടെ ചരിത്രം വായിക്കുന്നുണ്ട്. In Genesis chapter 6, we read of Noah's history. നമ്മൾ നോഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആ കാലഘട്ടത്തിലാണ് യഹോവയുടെ ആരാധന ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. When we study the history of Noah, we come to understand that it is in those days that the worship of the Lord started. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ജനങ്ങളെല്ലാവരും യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. In other words, all the people who lived in that time were worshippers of the Lord Jehovah. അവർ ദൈവത്തെക്കുറിച്ച് ഒരു പക്ഷേ പാടുന്നുണ്ടാകാം, ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ടാകാം,
അവരുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലയിലാണ് ഉണ്ടായിരുന്നത്. They were probably singing to the Lord, they were probably offering sacrifices to the Lord, and all these things were intertwined into their day-to-day lives. എന്നാൽ ആ പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വലിയൊരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്ന് വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. But among all those people who lived in those days, there is one particular person isolated of whom the word of God talks about. അതാണ് നോഹ. And that is Noah. എന്തുകൊണ്ടാണ് ദൈവം നോഹയുമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നത്? Why is it that God communicated with Noah? അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, The reason for that is this. തന്റെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവം ആ കാലഘട്ടത്തിൽ ദൈവത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞുള്ളൂ. God was able to only find one person who he could integrate and take into his program. മറ്റെല്ലാവരും യഹോവയെ ആരാധിക്കുന്നവരാണ്. All the other people who lived there, they were also worshippers of the Lord. അവരുടെ ജീവിതത്തിന് മറ്റേ തലങ്ങളൊക്കെ നമുക്കറിയാം, വളരെ വഷളത്വം നിറഞ്ഞതായിരുന്നു. In many other aspects of their life, they were filled with sin. അവർ ആത്മീകരായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെ സംബന്ധിച്ച് അവര് വളരെ നിരാശാജനകമായ അനുഭവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. Even though they were worshippers of the Lord, in various aspects of their life, they were all very disappointing. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം ഒരു മനുഷ്യനെ കണ്ടെത്തുകയാണ്. But in the midst of all of that, God seeks after one person. അത് നോഹയായിരുന്നു. And that is Noah. ആ നോഹയോട് ദൈവം സംസാരിക്കുകയാണ്. And to that Noah, God communicates. ആ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ ആ കാലഘട്ടത്തിന് ഒരു നിലയിലും ചേരുന്ന കാര്യമല്ല ദൈവം സംസാരിച്ചത്. And the things that God is relaying to Noah could not be reconciled with the understanding of the people at the time. കാരണം ദൈവം നോഹയോട് പറയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. Because God is telling Noah, you should build an ark. അതിന്റെ ഒരു ആവശ്യകതയും ആ കാലഘട്ടത്തിലല്ല. There is no reason why someone should build an ark in those days. നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ മഴയില്ല. Because as we read in the scriptures, there was no rain in those days. മഴയുണ്ടെങ്കിലല്ലേ ആ നിലയിൽ ഒരു പെട്ടകത്തിന്റെ ആവശ്യമുള്ളൂ. Only if there is rain, there is need for an ark like that. മാത്രമല്ല ആ പെട്ടകം എന്നുള്ളത് അതിന്റെ അളവും അതിന്റെ നീളവും വീതിയും എല്ലാം ദൈവം അതേ നിലയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. Not only that, all the dimensions of this ark is being relayed very precisely to Noah. അതിന്റെ ആവശ്യകത എന്താണെന്ന് ഒരു നിലയിലും ആ മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത കാര്യം ദൈവം നോഹയോട് പറയുകയാണ്. And all these things that God is relaying to Noah, people in those days could not understand, yet he is communicating those to Noah. എന്നാൽ ദൈവം ഈ കണ്ട ഈ മനുഷ്യൻ അതെല്ലാം അതേ നിലയിൽ അനുസരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. But the one person that who God chose is able to obey God in all those things very well. മറ്റൊരു വിധത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ, നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു, ഒരുവനെ കണ്ടെത്തി, അവനെ ദൈവം ബുദ്ധിമാനായിട്ട് കാണുവാൻ ഇടയായി തീർന്നു. In other words, we can say this, that God sought after one person, he selected one person, and he was wise in God's eyes. ദൈവത്തിന്റെ പദ്ധതിക്കനുസൃതമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. He was a man who God was able to use as a useful person in his program. ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിലും ദൈവം അന്വേഷിക്കുന്നത് തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ അനുസരിക്കുവാൻ മനസ്സുള്ളവരെ ദൈവം നോക്കുകയാണ്. Tonight also God is looking for someone who is willing to and who is able to yield themselves to God's program. ദൈവത്തിൻ്റെ പദ്ധതിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരെയാണ് ദൈവം ബുദ്ധിമാൻ എന്ന് പറയുന്നത്. God calls those people wise, those who are able to yield themselves to God's purposes. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ദൈവം എന്തെല്ലാം പറഞ്ഞോ ആ നിലയിൽ നോഹ അത് അനുസരിക്കുക. When we observe Noah's life, we see that everything that God told him, Noah obeyed them all. അതിനുവേണ്ടി നോഹ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. To that end, Noah submitted or surrendered himself. ഏതാണ്ട് 120 വർഷക്കാലം നോഹ ആ ജനത്തോട് ഇതെല്ലാം സംസാരിച്ചെങ്കിലും അവരിൽ ആരും അത് ഉൾക്കൊള്ളുവാൻ
അവർക്ക് സാധിച്ചില്ല. For a period of 120 years, Noah preached these things to the people around him, but none of them believed Noah and his message. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. So the psalmist says, God looks down from heaven upon the children of men to see if there is any who understand, who seek God. ഈ കാലഘട്ടത്തിലും ദൈവം അത് തുടർന്നുകൊണ്ടിരിക്കുക. Even in this age, God continues to do that. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികളെ ആ നിലയിൽ ഏറ്റെടുക്കുവാൻ മനസ്സുള്ളവരെ ദൈവം അന്വേഷിക്കുക. Seeking God means someone who is willing to take up the program of God and be yielded to that. പൗലോസ് പറയാണ്, ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. Paul is saying, without being unwise, understand what the will of the Lord is. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പദ്ധതി, ഉദ്ദേശം തന്നെ അതായിരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. One of the great pursuits of our life should be this, that we should understand what the will of God is. നമ്മൾ ഈ ദൈവഹിതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. We have probably heard messages or classes on how to find the will of God and things like that. എന്നാൽ അതിലുപരി നാം അത് കേൾക്കുന്നു എന്നതിന് ഉപരിയായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ദൈവഹിതം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. But beyond just listening to these messages or classes, we should be able to yield ourselves to understand the will of God. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. In Romans chapter 12, Apostle Paul says this. നമുക്ക് വളരെ പരിചിതമായ ആ വേദഭാഗമാണത്. Very familiar verse to each of us. 12:1 മുതൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. Chapter 12, verses 1 and 2, I beseech you therefore, brethren, by the mercies of God, that you present your bodies as a living sacrifice, wholly acceptable to God, which is your reasonable service. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is good and acceptable and the perfect will of God. ഈ ബുദ്ധിമാന്മാരായ നിലയിലേക്ക് നമ്മൾ എത്തുവാൻ നമുക്ക് ഒരു സമർപ്പണം ആവശ്യമാണ്. For us to be or become wise, what we need to do is surrender. മാത്രമല്ല നമ്മുടെ മനസ്സിന് ഒരു രൂപാന്തരം ആവശ്യമാണ്. Not only that, our minds should be transformed. ഈ കാലഘട്ടത്തിലും ദൈവം അന്വേഷിക്കുന്നത് തൻ്റെ ഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ദൈവം തേടുകയാണ്. In today's age also, God is looking for those who will be yielded and willing to do His will. അതുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. Therefore Paul says, do not be unwise, but understand what the will of the Lord is. അതിൻ്റെ മുമ്പിലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് ദുഷ്കാലമായാൽ ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. Right before that, that verse we read that because the days are evil, we should redeem the time. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നമുക്കതിനുള്ള അവസരം ലഭിച്ചു എന്ന് വരികയില്ല. In other words, we will not get the opportunity to do this at all times. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, അത് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് നാം അതിനൊരുമ്പെടേണ്ടതാണ്. To understand the will of God, to live in the will of God, we should do those things in the time that God has allowed us to do that. അതല്ലെങ്കിൽ നമ്മെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ശത്രുവായ സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. Otherwise, our enemy, the devil, will divert us in other ways from there. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തകർന്നു പോകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നാം ബുദ്ധിഹീനരാകാതെ ദൈവത്തിന്റെ ഇഷ്ടം ഗ്രഹിക്കുന്നവരായി തീരണം. And because there is a chance that we can fall into the snare of Satan and destroy our spiritual lives, we should not be unwise and understand the will of God. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നത്? എങ്ങനെ, ഏതർത്ഥത്തിൽ നമുക്ക് ആ നിലയിലേക്ക് വളരുവാനായിട്ട് സാധിക്കും? How can we grow in that manner? How can we make these things practical in our lives? നമ്മുടെ കർത്താവിൻ്റെ പ്രഭാഷണം, ഗിരിപ്രഭാഷണം
നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. We are very familiar with the Sermon on the Mount from our Lord. കർത്താവ് ആ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഒരു കഥ അല്ലെങ്കിൽ ഉപമ പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. That sermon ends by the Lord speaking of a certain parable. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 മുതൽ ഉള്ള വചനങ്ങളാണ് നമുക്ക് ആ കഥ നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. And where we read that is in Matthew chapter 7 starting at verse 24 and going through verse 27. നമ്മൾ വായിക്കുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതായാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. Therefore, whoever hears these sayings of mine and does them, I will liken him to a wise man who built his house on the rock. And the rain descended, the floods came, and the winds blew and beat on that house, and it did not fall, for it was founded on the rock. But everyone who hears these sayings of mine and does not do them will be like a foolish man who built his house on the sand. And the rain descended, the floods came, and the winds blew and beat on that house, and it fell, and great was its fall. കർത്താവ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ രണ്ട് വ്യക്തികളെ കാണിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. The Lord ends his sermon, the Sermon on the Mount, with a contrast of two people. കർത്താവ് ഇങ്ങനെ പറയാണ്, നിങ്ങളൊക്കെ എൻ്റെ പ്രസംഗം കേട്ടു. He is basically saying this, you all heard my message. എന്നാൽ ഞാൻ നിങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. But I'm going to categorize all those who are sitting here into two groups. അതിൽ നിങ്ങളിൽ ചിലർ ബുദ്ധിമാന്മാരായിട്ടുള്ളവരാണ്. Some of you are those who are wise. എന്നാൽ ചിലർ ബുദ്ധിയില്ലാത്തവരാണ്. And others are unwise. കർത്താവിന്റെ ആഗ്രഹം എല്ലാവരും ബുദ്ധിമാന്മാരായി തീരണം എന്നുള്ളതാണ്. The desire of the Lord is that all people may be wise. എന്നാൽ ചിലർ അങ്ങനെ ആകില്ല എന്ന് കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളിൽ ചിലർ ഇങ്ങനെയുമാണ്. But the Lord knows that that's not possible. Therefore, he says that some of you are indeed unwise or fools. നമുക്കറിയാവുന്നതുപോലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ ഉള്ള ആ വാക്യങ്ങൾ കർത്താവിന്റെ പ്രഭാഷണമാണ്, ഗിരിപ്രഭാഷണമാണ്. Starting in Matthew chapter 5, we know the verses that follow is the Sermon on the Mount given by the Lord. അത് അവസാനിപ്പിച്ചിട്ട് കർത്താവ് പറയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും. After giving that sermon, he says, those of you who listen to my words and does them. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിന്റെ ആശയം ഇങ്ങനെയുടെയാണ്, നിങ്ങൾ ധാരാളം വചനം കേട്ടിട്ടുള്ളവരാണ്. Basically, he is implying this: you all have heard lots of scripture. നിങ്ങൾക്ക് ന്യായപ്രമാണം വ്യാഖ്യാനിച്ചു തരാനായിട്ട് ധാരാളം ശാസ്ത്രിമാര് നിങ്ങളുടെ മധ്യത്തിലുണ്ട്. You have those leaders of the Jews who are able to explain and interpret the law to you. നിങ്ങൾ കേട്ട ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. And on the basis of your understanding, you have interpreted what I have also shared with you. എന്നാൽ നിങ്ങൾ അത് കേട്ടപ്പോൾ ചിലതൊന്നും നിങ്ങൾക്ക് ആ നിലയിൽ അത് അംഗീകരിക്കുവാൻ മനസ്സുണ്ടായിട്ടുണ്ടാവില്ല. But you may not have been willing to accept some of the things that I shared with you. എന്നാൽ കർത്താവ് പറയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെ. But he says, the words of mine, if you listen to them and do them. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ടതല്ല. Not the words that you heard in prior times or prior years. നിങ്ങളുടെ ഉള്ളിൽ ധാരാളം അറിവുകൾ ആ നിലയിൽ ഉണ്ടായിരിക്കാം. You may have a lot of understanding from your study before. ന്യായപ്രമാണത്തിലെ അനേക കാര്യങ്ങൾ നിങ്ങൾ ആ നിലയിൽ അനുഷ്ഠിക്കുന്നവരായിരിക്കാം. And you are probably people who practice many things that are prescribed by the law. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, But I am saying this to you. നിങ്ങൾ അതെല്ലാം മാറ്റിവെക്കണം. You should set all those things aside. എന്നിട്ട് And then ഞാൻ പറഞ്ഞ ഈ വചനം, the things that I shared with you, these words that I shared with you. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം പറഞ്ഞുവോ, in other words, all the things that I said, അത് നിങ്ങൾ കേട്ടിട്ട് those things having heard, നിങ്ങൾ അത് ചെയ്യുന്നവരായി തീരണം.
You should be people who do those things. കർത്താവ് പറഞ്ഞതിൻ്റെ മറ്റൊരു ആശയം, വചനം കേട്ടാൽ മാത്രം പോരാ, നാം അത് ചെയ്യുന്നവരായി തീരണം. Another way of interpreting what the Lord said is this, that we shouldn't just be hearers of the word, but also people who do those things in the word. നിങ്ങളത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്. If you do those things, then you are wise people. എന്നിട്ടാണ് കർത്താവ് ആ ഉപമ പറയുവാനായിട്ടുള്ള ഇടയായി തീർന്നത്. And then he proceeds to give this parable of the wise man. നമ്മൾ ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചേ, നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ എത്രമാത്രം പ്രായോഗികമായ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. Let us pause and think that for a second. All these words that we are hearing, how much of that are we able to bring to a practical sense or in a life of faith sense? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിലെ സത്യങ്ങൾ അത് ദൈവവചനമാണെന്നുള്ള നിലയിൽ ഉൾക്കൊണ്ട് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? Are we able to acknowledge the words that are in the Bible that we are holding as God's word and receive them as such? അതിൽ ഏതൊക്കെ നിലയിൽ നമുക്കത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്? How many of those things are we able to bring to a practical sense? അതിന്റെ ആത്മീക തലങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? Are we able to understand the spiritual truths behind them? കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ വചനം കേട്ടു, പക്ഷേ നിങ്ങളത് ചെയ്യുന്നവരായി തീരണം. The Lord said, you heard my words, but you should be people who do those things. ഞാൻ അന്വേഷിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. It is those people that I seek. കർത്താവ് പറഞ്ഞ ഈ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് വ്യക്തികളും കർത്താവിൻ്റെ വചനം കേട്ടവരാണ്. In the parable that he shared, both groups of people heard his words. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലേക്കും ഏറ്റവും നല്ല പ്രസംഗകന്റെ ഏറ്റവും നല്ല പ്രസംഗം കേട്ട വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. In other words, here is a group of people who have heard the greatest message given by the greatest speaker who existed in this world. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും നന്നായി ദൈവവചനം പഠിപ്പിക്കുന്ന സഭയിൽ പോകുന്ന വ്യക്തികളായിരുന്നു ഇവർ രണ്ടുപേരും. In other words, both these groups of people belong to the church that taught the word of God in the best way possible. അവർ ഏറ്റവും നല്ല പ്രസംഗകനിൽ നിന്ന് പ്രസംഗം കേട്ടു. They heard the preaching from the best preacher who existed. അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ലഭിച്ച ഒരു ഭാഗ്യമായിരുന്നു അത്. And this was a blessing that was received by both these groups of people. നമുക്കറിയാം, കർത്താവിൻ്റെ പ്രസംഗം കേട്ടവരൊക്കെ പറയുന്നുണ്ട്, ഇതെന്തൊരു വാക്കുകളാണ്, അവരതിൽ ആശ്ചര്യപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We read that those who heard the words of Jesus often were astonished, saying, what kind of words, what kind of wisdom is this? 29ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത്. In verse 29 we read that he taught them as one having authority, not as the scribes. ആ നിലയിൽ കർത്താവിൻ്റെ വചനം, കർത്താവ് പറഞ്ഞ വചനം മറ്റ് ആ കാലഘട്ടത്തിലുള്ളവരെക്കാളെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ അധികാരത്തോട് കർത്താവ് സംസാരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. In that sense, our Lord stood quite apart from the voices that were teaching in those days. He taught as one having authority. ആ നിലയിൽ ഇവർക്ക് രണ്ടുപേർക്കും ആ ഭാഗ്യം ലഭിച്ചു. And both these groups of people received the blessing of hearing him. മാത്രമല്ല, നമുക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ ഒരുപോലെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. And also, if we analyze their life circumstances, both these groups of people went through the exact same experiences. നമ്മളോട് 25ാം വാക്യത്തിൽ വായിക്കുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. Verse 25 says, and the rain descended, the floods came, the winds blew and beat on that house, and it did not fall. ഇവർ തമ്മിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. In their life circumstances, there were no differences. ഒരാൾക്ക് നല്ല സാഹചര്യമായിരുന്നു, മറ്റേ ആൾക്ക് വളരെ മോശമായ സാഹചര്യം, അങ്ങനെ ആയിരുന്നില്ല അവിടെ. We cannot say that one group of people had great circumstances in life while the others didn't. No, we cannot say that. രണ്ടുപേർക്കും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. Both groups of people went through a very difficult time. അവരുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളും ഒരുപോലെയായിരുന്നു, ഒരു വീട് പണിയുക എന്നുള്ളതായിരുന്നു. Both their desire, their dream was the same, that they both wanted to build a house. എന്നാൽ അവര് തമ്മിലുള്ള വ്യത്യാസം, ഒരാൾ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതു, ഒരാൾ
മണലിന്മേൽ വീട് പണിതു എന്നുള്ളതാണ്. But the difference is this, that the first group of people, the first person built his house on the rock and the other person built it on sand. പ്രായോഗികമായ തലത്തിൽ രണ്ട് വ്യത്യസ്തങ്ങളായ നിലയിൽ അവർ ഇരുവരും ചിന്തിക്കുവാനിടയായി തീർന്നു. In a practical sense, both of them thought about things differently. ആദ്യത്തെ മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതു. The first one built his house on the rock. എന്നാൽ മറ്റേ മനുഷ്യൻ കേട്ടു എങ്കിലും തനിക്ക് ഇഷ്ടമുള്ളതുപോലെ അത് പണിയുവാനായിട്ട് ഇടയായി തീർന്നു. Second man also heard the words, but he proceeded to build the house in the way he wanted to. കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്: വചനം കേൾക്കുന്നു എന്നുള്ളത് ശരിയാണ്, എന്നാൽ അതിനനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയാത്തവരായിട്ട് തങ്ങളുടെ ഇഷ്ടത്തിൽ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയാകുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. The Lord is saying this, that yes, everyone's listening to the words, but there is a group of people who are not able to yield to the words that the Lord is speaking, but proceeds to build in the way that they want. നമുക്കറിയാമല്ലോ, പാറമേൽ പണിക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. We know building on a rock is not an easy thing to do. അതിന് ഒത്തിരി അധികം അധ്വാനം ആവശ്യമാണ്. You need a lot of labor to do that. ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. There is a lot of thought that goes into it. അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രക്രിയയല്ല അത്. It's not an easy process to do that. എന്നാൽ ഒരുവൻ അതിൽ അതുപോലെ ചെയ്യുവാൻ ഇടയായി തീർന്നു. But one person was able to do exactly that. എന്നാൽ മറ്റവൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യപ്രകാരം കാര്യങ്ങളെ ചെയ്തു. But the other one, he proceeded to do things according to his own liking and his own ways. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം അതാണ്. ദൈവ ഇഷ്ടം മനസ്സിലാക്കി അതിനനുസൃതമായി ജീവിക്കുക എന്നുള്ളത് ലോകത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. Oftentimes this is the truth in our spiritual life also, that when we listen to God's word, it's often hard to keep those things in practical life. എന്നാൽ ലോകത്തിന് അനുകൂലമായി പോയാൽ അതത്ര വളരെ എളുപ്പമുള്ള കാര്യമാണ്. But going along with the world is an easy thing to do. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അതിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ വീണു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. When the pressure of the circumstances come upon it, we see that the whole thing collapses. 27ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലുതായിരുന്നു. Verse 27 we read, and the rain descended, the floods came, and the winds blew and beat on the house, and it fell, and great was the fall. നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ച ഗ്രേറ്റ് വാസ് ഇറ്റ് ഫോൾ, അതിന്റെ വീഴ്ച അതിഭയങ്കരമായിരുന്നു. The fall was to a great degree. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിനിയും തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം അസാധ്യമായി തീർന്ന ഒരു വീഴ്ചയായിരുന്നു. The meaning is this, that its fall was so great that it could not be brought back to its original form. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നാം ജീവിക്കാൻ കഴിയാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായി ജീവിച്ചാൽ ഒരുപക്ഷെ പിന്നീട് തിരിച്ചു വരുവാൻ കഴിയാത്ത തലത്തിൽ വീഴ്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. And here's the meaning, that if we are not yielded to the word of God but proceed doing things our own way, then chances are that we may not be able to come back and be restored. ഇന്ന് രാത്രിയിലും നമ്മെ ഓരോരുത്തരെയും ദൈവം നോക്കുന്നത് തൻ്റെ പദ്ധതിയിൽ തനിക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന വ്യക്തികളാണോ നാം എന്നുള്ളതാണ്. Tonight also God is looking to see if we are those people that he can take and use in his program and purposes. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരണം. May God help us to understand and live according to his will. ദൈവം അങ്ങനെയുള്ളവരെയാണ് അന്വേഷിക്കുന്നത്. It is those kinds of people that he is seeking after. പഴയ നിയമത്തിൽ അനേക വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവരിൽ ചുരുക്കം ആൾക്കാർ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. There are many people that we read of in the Old Testament, but only a handful were able to be chosen by God to fulfill his program. അവരെല്ലാവരും എല്ലാ നിലയിലും ജീവിതത്തിൽ ഏറ്റവും നല്ലവരായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. We cannot say that all those individuals were perfect in their life. നമ്മൾ ദാവീദിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന്. We read of David that he was the man according to God's own heart.
എന്നാൽ പലരും അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. But many people question that description. വ്യഭിചാരമെന്ന പാപം ചെയ്ത മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിത്തീരുന്നു? How can an adulterer be a man after God's own heart? എന്നാൽ പ്രവാചകന്റെ സന്ദേശം കേട്ടപ്പോൾ അയ്യോ ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്ന ദാവീദിനെ നമ്മൾ മനസ്സിലാക്കുന്നു. But we understand that David was such a person who, when confronted by the prophet, was able to immediately repent. ഒരു തിരിച്ചുവരവിന്റെ അനുഭവം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. A restoration experience was true in the life of David. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നാം തിരിച്ചു വരുവാനായിട്ട്. So the same thing God desires of us also, that we would return back. നാം ദൈവ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മെ കൈവിട്ടു എന്ന് അതിനർത്ഥമില്ല. There is no reason to think that just because we went astray from God's will, that God has cast us away. ദൈവത്തിന്റെ വചനം നമ്മെ വീണ്ടും തിരികെ വിളിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമാന്മാരായി എണ്ണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. God's word is calling us back, that he wants us to count as those who are wise. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Even tonight God is looking. ഞാൻ പറഞ്ഞത് കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമാന്മാരുടെ ഗണത്തിൽ പെടുത്താം. If you are able to come and yield to what I'm saying, then I can count you as wise people. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നാം വീണു പോകാതെ ദൈവത്തിന്റെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. So may we not fall victim to our circumstances, but may we understand what the will of the Lord is. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? How can we understand that? കർത്താവ് പറയാണ് ഈ വചനങ്ങളെ കേൾക്കുക. The Lord is saying, these words you should hear. ഈ നാളുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവവചനത്തിലേക്ക് തിരികെ വരിക, മടങ്ങി വരിക എന്നുള്ളതാണ്. The need of the hour is that we come back to God's word. എന്ന് പറഞ്ഞാൽ നാം വചനം കേൾക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. In other words, it is true that we are hearing God's word. എന്നാൽ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മെ തന്നെ കൊണ്ടുവന്ന് നമ്മെ പരിശോധിക്കുവാൻ നാം അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. But the question is, are we allowing the word of God to examine ourselves? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനം ധ്യാനിക്കുവാനും അത് മനസ്സിലാക്കുവാനും നാം എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്? In our individual lives, how much time are we spending in the word of God so that it would examine what's in our lives? നമ്മളിങ്ങനെ പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗം കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് അനുഗ്രഹമുള്ള കാര്യങ്ങളാണ്. It is a blessing to hear messages from the pulpit. ഒരുപക്ഷെ അതിൽ നിന്ന് നമുക്ക് ധാരാളം അറിവുകൾ കിട്ടുന്നുണ്ടാകാം. And chances are that we are gaining a lot of knowledge from those messages. അതിൽ തന്നെ തെറ്റായ കാര്യമല്ല. And there is nothing wrong with that. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനം നമ്മളോട് ഇടപെടുവാൻ നമ്മൾ എത്രമാത്രം സമയം കണ്ടെത്തുന്നു? But how much time do we devote in our personal lives that the word of God would do its work in us? അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ആത്മാവാണ്. That is why in the beginning I reminded us that God's Spirit is one who speaks to us. ഈ വചനത്തിന്റെ പ്രത്യേകത അതാണ്, അത് നമ്മോട് സംസാരിക്കുന്ന വചനമാണ്. That is the specialty of this word, that it is a word that speaks to us. നമ്മെ അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. It is one that transforms us. ആ രൂപാന്തരം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാനുള്ള പാത്രങ്ങളായി അത് തീർക്കുന്നു എന്നുള്ളതാണ്. And that transformation, what happens is that it transforms us into vessels that would fulfill the desires of God. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, നാം ബുദ്ധിപരമായ നിലയിൽ പല കാര്യങ്ങളും ഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് അത് മാറി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. Oftentimes this is the case, that even though we are able to understand the things that are in the word, those words are not doing a transforming work in our life. സാധാരണ ബ്രദറൻ വിശ്വാസികൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം, നാം വചനത്തിൽ വളരെ അറിവുള്ളവരാണ്. Oftentimes we as brethren believers, we take pride in the fact that we have a great deal of knowledge of God's word. ഒക്കെ അങ്ങനെ ആയിരിക്കാം. And that may be the case. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനം ഏതൊക്കെ നിലയിൽ ക്രിയ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ ഇടയായിട്ട്. But in our individual lives we should ask the question, in what aspects is the word of God doing its work in our lives? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. This is a very important thing to consider. നമ്മൾ മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 25-ാം അധ്യായത്തിൽ
കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. Matthew's Gospel also in its 25th chapter, there's something else that the Lord says. അത് നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. Those are also very familiar verses. അവിടെയും കർത്താവ് ഇതേ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. And the Lord uses the same words in that chapter. അവിടെ മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാരെ കുറിച്ചുള്ള ഉപമയാണ് അവിടെ പറയുന്നത്. There we read the parable of the 10 virgins who went to receive the groom. അതിന്റെ 25:2 നമ്മൾ വായിക്കുന്നു, അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. In verse 2 we read, now 5 of them were wise and 5 were foolish. ഇവിടെയും നമ്മൾ പരിശോധിച്ചാൽ ഈ വ്യക്തികൾ, ഈ 10 പേരിൽ വളരെയധികം കോമൺ ആയിട്ടുള്ള പൊതുവായ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Here also, if we compare and contrast, we see that among these two groups there are so many similarities. അതിന്റെ എല്ലാ വശങ്ങളിലേക്കും പോകാനായിട്ട് നമുക്കിപ്പോൾ സമയമില്ല. We don't have the time to consider all the different sides of it. എന്നാൽ ഈ 5 പേര് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കി ആ നിലയിൽ ആ കാര്യം പ്രവർത്തിച്ചപ്പോൾ, but when these 5 people they understood what they needed to do and did those things accordingly. എന്നാൽ 5 പേർക്ക് മണവാളൻ വരുമെന്നുള്ള സത്യം അറിയാമായിരുന്നു. അവർ അതിനുവേണ്ടി ഒക്കെ പുറപ്പെട്ടവരാണ്. എന്നാൽ അവർ വളരെ വളരെ ഈസി ആയിട്ട് ആ കാര്യങ്ങളെ കണ്ടു. But the other 5, even though they understood that the groom would be coming at any time, they regarded these things to be insignificant. അവന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയില്ല. They didn't understand the gravity behind the matter. അവർ ചെയ്യേണ്ട കാര്യത്തിന്റെ ശരിയായ കാര്യം മനസ്സിലാക്കാതെ അവര് അതിനായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. They went for this task without understanding what they needed to do. അവർക്ക് വേണ്ടിയിരുന്ന അത്യാവശ്യ കാര്യമായിരുന്നു വിളക്ക് എന്നുള്ളത്. What they needed most was that lamp in their hands. ആ വിളക്ക് കത്തുവാൻ എണ്ണ വേണമെന്നുള്ളത് അവർ മറന്നുപോയി. But the other 5, they forgot that to light that lamp they needed oil in their lamps. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം അതാണ്. That was the failure in their life. അവർക്ക് മണവാളൻ വരുമെന്ന് അറിയാമായിരുന്നു. They knew that the groom was coming. മണവാളൻ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയായിരുന്നു. They also knew what they needed to do when the groom would come. പക്ഷേ ആ ചെയ്യേണ്ട കാര്യത്തെ ഗൗരവത്തോടെ മനസ്സിലാക്കി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. But they were not able to consider those things with the gravity that it required and do those things accordingly. അതുകൊണ്ട് അവർക്ക് നേരിട്ട നഷ്ടം നമ്മൾ ആ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. And in those verses we read the loss that they experienced as a result. ഇത് നമ്മളെ വളരെ വലിയ ആത്മീക സത്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. And it reminds us great spiritual truths. കർത്താവ് തന്നെ പറയാണ്, അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. The Lord himself says 5 of those 10 were wise. എന്നാൽ 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. But the other 5 they were foolish. കാരണം അവർ ചെയ്യേണ്ട കാര്യത്തെ അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. Because they did not understand and they were not able to do the things that they should have done in the way it should have done. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ കർത്താവ് വരുന്നു എന്നുള്ളതൊക്കെ നമുക്കും അറിയാവുന്ന കാര്യമാണ്. We also in our lives we know that the Lord will come and all those things. നമ്മളെപ്പോഴും അത് പാടാറുണ്ട്. We oftentimes sing that. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. We are waiting for the coming of the Lord. നമുക്കതൊക്കെ അറിയാം. All those things we know. എന്നാൽ കർത്താവ് വരുമ്പോൾ ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് ആയിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? But are we able to sit here with the assurance that when the Lord comes that I will be there? നമുക്ക് ആ നിലയിലുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? Do we have that kind of a hope in our hearts? ആ പ്രത്യാശയിലാണോ നാം ജീവിക്കുന്നത്? Do we live in that kind of hope? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? Are we able to obey and live in a way that God desires us to? ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. God desires that we would live under his will and his desire. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കണം. That we would live under the control of God's Spirit. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ അനേക കുഞ്ഞുങ്ങൾക്കൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യം രക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരുണ്ട്. Oftentimes what happens to our young people is that they think that they are saved. അവരൊരു പക്ഷേ സൺഡേ സ്കൂളിലോ മറ്റു നിലകളിലോ ഏതെങ്കിലും സമയത്ത്
അവരുടെ കൈപൊക്കി കാണും, കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കാണും. They may have raised their hand and confessed that I believe in the Lord in Sunday school or in any other avenues that they had. ഒരു പക്ഷേ മറ്റ് കൂട്ടുകാരൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറഞ്ഞവർ കാണും. Maybe they said those words because their friends said the same thing. എന്നാൽ കർത്താവുമായി ഹൃദ്യമായ ഒരു ബന്ധം ഉളവാകാതെ ആത്മാവ് ഉള്ളിൽ വസിക്കാത്തവരായി ഇരിക്കുന്ന അനേകരെ കാണാനായിട്ട് സാധിക്കും. But there are many who don't have the Lord living in them, who are not in fact converted by the working of the Spirit. അത് വലിയ അപകടകരമായ കാര്യമാണ്. And that is a very dangerous thing. നമുക്ക് ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. If we need to know the will of God, then the Spirit of God should be living in us. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. It is the Spirit of the Lord that leads us to the understanding of all things. ആത്മാവ് നമ്മളെ ആ നിലയിൽ സഹായിക്കത്തക്കോണം കർത്താവിന്റെ ഭവനമായിട്ട് ഗ്രഹമായിട്ട് നമ്മൾ തീരുവാനായിട്ട് ഇടയായിത്തീരണം. So to that end, we should become the houses, the places of dwelling of the Spirit. ഈ നാളുകളിൽ നാം നമ്മെ തന്നെ ആ നിലയിലൊന്ന് പരിശോധിക്കാനായിട്ട് ആവശ്യമുണ്ട്. And it is in these days we should be examining ourselves to that end. നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം നമുക്കുണ്ടാകണം. We should have a true assurance concerning our salvation. അത് ഒരു തിയററ്റിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. It's not just a theoretical understanding അത് that നമ്മുടെ ജീവിത അനുഭവമായിട്ട് മാറണം. it should become an experience of our life. പലപ്പോഴും നമ്മളിങ്ങനെ രക്ഷിക്കപ്പെട്ട കഴിയും പറയും, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, ഇനി നിങ്ങളെ കൈവിടത്തില്ല. പക്ഷേ പലർക്കും ഈ അനുഭവമില്ല. Oftentimes we say once a person is saved that the Spirit of God comes and lives in you and he will teach you and all those things, but many people don't have that experience. നമ്മൾ ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? Do we hear the voice of the Lord? ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, സഭകളോട് പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുക, ചെവിയുള്ളവൻ ആത്മാവിന്റെ ശബ്ദം കേൾക്കട്ടെ. In the beginning I reminded the phrase that where we read, he who has an ear, let him hear what the Spirit says to the churches. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. What the Spirit is saying, let he who has an ear hear those things. ആത്മാവ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. The Spirit is correcting us. ആ സഭകളോടുള്ള ദൂതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവരുടെ നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. In the message to those 7 churches we read, the Lord is commending the good things that they are doing. ആത്മാവ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. The Spirit often appreciates what we do. അതേ സമയം തന്നെ But at the same time, ആത്മാവ് നമ്മെ കറക്റ്റ് ചെയ്യും. he also corrects the things that are wrong in us. നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമ്മെ കറക്റ്റ് ചെയ്യുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? Do we hear the sound of the Spirit correcting us in our lives? ആത്മാവിന്റെ ശബ്ദത്തിനനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടോ? Are we able to transform or convert our lives in such a way that it's pleasing to the Lord? നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിന് തൊട്ടു താഴെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. In the very following verse of the verse that we considered from Ephesians chapter 5, we read this verse that do not be drunk with wine in which is dissipation. അത് മേളിൽ നമ്മൾ വായിച്ചു, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. Before that we read, understand what the will of the Lord is. എന്നിട്ട് പറയുകയാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. Then it's saying, do not be drunk with wine. അത് തമ്മിൽ എന്താ ബന്ധമുള്ളത്? What is the connection between those two things? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, നാം വീഞ്ഞു കുടിച്ച് അതിൻ്റെ അടിമയായി തീർന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ നിലയിലാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന് അഡിക്റ്റ് ആയിട്ടാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത്. The meaning is this: if you are drunk with wine, then you operate under the influence of that and operate accordingly. അങ്ങനെയുള്ളവർക്ക് ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കത്തില്ല. Those people are unable to hear the voice of the Spirit. നമുക്കറിയാം, മദ്യപാനിയായ ഒരു മനുഷ്യൻ അവനെ നിയന്ത്രിക്കുന്നത് പിന്നെ ആ മദ്യമാണ്. We know a drunkard is controlled by the liquor, what he drinks. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയാൽ ദൈവാത്മാവിന്റെ ശബ്ദം പിന്നെ നമുക്ക് കേൾക്കുവാൻ കഴിയാതെ പോകും. In other words, if we are constantly contaminated or if we constantly accumulate the things of the world in our lives, then we are
unable to hear and respond to the call of the Spirit. അങ്ങനെ ആയിത്തീർന്നാൽ നമുക്ക് ദൈവഹിതത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. And when we are living in such a way, we will not be able to live a pleasing life to the Lord. അവിടെ വായിക്കുന്നത് വീഞ്ഞു കുടിച്ചാൽ നമ്മൾ ദുർനടപ്പുകാരായിത്തീരും. There we read, if we are drunk with wine, then we will have dissipation. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായിത്തീർന്നാൽ, But if we are filled with the Spirit, നമ്മൾ താഴെ വായിക്കുന്നവരുടെ സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. then the result is speaking to one another in psalms and hymns and spiritual songs, singing and making melody in your heart to the Lord, giving thanks always to the Lord, to God the Father in the name of the Lord and Lord Jesus Christ, and all those things. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നവരായി തീർന്നാൽ, In other words, if we are controlled by the things of this world, ഈ ലോകത്തിന്റെ മാലിന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും. if then the contamination of the world will be in our lives. എന്നാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, But if we are controlled by the Holy Spirit, അത് വളരെ ലളിതമായി പറഞ്ഞാൽ അത് ദൈവ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതം തീരും. then the result is that our life will amount to the glory of God. നമ്മുടെ ജീവിതം ഏത് നിലയിലാണ്? നമ്മൾ ഒരുപക്ഷെ മദ്യം കുടിക്കുന്ന കാര്യം നമുക്കത്ര ബാധകമല്ലായിരിക്കാം. പക്ഷേ ലോകത്തിൻ്റെതായ മാലിന്യം നമ്മെ നിയന്ത്രിക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ സിസ്റ്റം നമ്മെ നിയന്ത്രിക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കത്തില്ല. What kind of a life are we living? Is the contamination of the world filling our lives to the extent where we are unable to hear the voice of the Spirit? അതുകൊണ്ട് പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്, ബുദ്ധിഹീനരാകരുത്. So Paul is reminding us, do not be unwise. ബുദ്ധിഹീനരായാൽ If you become unwise, അതിൻ്റെ വീഴ്ച വലിയതായിരിക്കും. the great will be the fall of it. പിന്നീട് നമുക്കതിനൊരു റിക്കവറി ഉണ്ടാകില്ല. Then it cannot be recovered. അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ So do not be unwise, ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് ഗ്രഹിച്ചു. but understand what the will of the Lord is. അതിന് നാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളവരായിത്തീരണം. So for us to do that, we should be under the control of the Spirit. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവേ, അവിടുന്ന് എന്നോട് ഇടപെടണം, അവിടുന്ന് എന്നോട് സംസാരിക്കണം, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? In our prayers, do we ask God to speak to us, that we desire to hear the voice of the Lord? നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. Our God, our Lord, is one who speaks to us. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എല്ലാ സായം കാലത്തും അവരോട് കൂടെ വന്ന് സംസാരിക്കുന്ന ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കും. We see in the book of Genesis, after creating man and woman, God came and communed with them in the cool of the day. ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. God desires to speak to us. തൻ്റെ ഇഷ്ടം എന്തെന്ന് നമ്മളോട് പറയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. God has a desire to communicate His will to us. അതിനായിട്ട് നമ്മളെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, if we are able to surrender ourselves to that, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുവാനിടയായി തീർന്നാൽ, if we are able to live in the control of the Holy Spirit, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരും. then our lives can truly be truly amount to the glory of God. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തെ ഈ നാളുകളിൽ ഒന്നുകൂടെ പുനർക്രമീകരിക്കുവാൻ, നമ്മെ തന്നെ ഒന്നുകൂടെ പുനർസമർപ്പിക്കുവാൻ ഇടയാകുന്നെങ്കിൽ എത്ര ഉചിതമായിരുന്നു. So beloved, how great would it be if we can examine our lives in this way, if we can surrender our lives to the Lord. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ എത്ര നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയണം. When we remember all the things the great things that the Lord has done in our lives, how much grateful we should be. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. This is what we read in Ephesians chapter 4 and verse 17. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും
ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. Verse 17 on of chapter 4, This I say therefore and testify in the Lord, that you should no longer walk as the rest of the Gentiles walk, in the futility of their mind, having their understanding darkened, being alienated from the life of God because of the ignorance that is in them, because of the blindness of their heart, who being past feeling have given themselves over to lewdness, to work all uncleanness with greediness. But you have not learned Christ, if indeed you have heard him and have been taught by him, as the truth is in Jesus, that you put off concerning the former conduct the old man, which grows corrupt according to the deceitful lusts, but be renewed in the spirit of your mind. പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ടവരാണ്. Paul is reminding us that you have heard and have been taught by him as the truth. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് പുതുമനുഷ്യനെ ധരിക്കുന്നവരായി തീരുക. Therefore we are reminded to be renewed in the spirit and putting him on. നമുക്ക് ബുദ്ധിയുള്ളവരായി തീരാൻ ദൈവം ഇടയാക്കട്ടെ. May God help us to become wise people. ബുദ്ധിഹീനരാകരുത്. Do not be unwise. കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കാനായിട്ടുണ്ട്. We are able to understand what the will of the Lord is, because the Spirit of God abides in us. അതുകൊണ്ട് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. So you should not walk according to the ways in which the Gentiles walk. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്നുകൂടെ പരിശോധിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. May God help us, each of us, that we would examine our hearts before the Lord. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. Our Lord is coming soon. ഇത് ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ നമുക്കിടയാകട്ടെ. Because the days are evil, may we use our time wisely. ദൈവം നമ്മെ തുടർന്നും സഹായിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിപ്പാൻ ഈ വചനങ്ങളാലും ദൈവം നമ്മെ സഹായിക്കട്ടെ. May God continue to help us, and may these words help us to understand what the will of the Lord is and live in that way.